സമൃദ്ധി വന്നപ്പോൾ ഇവർ കരുതുന്നത് CPM-ന്റെ പദ്ധതിയാണെന്നാണ്. അങ്ങനെ പറഞ്ഞെന്നല്ല ഞാൻ പറയുന്നത്, അവരെ അത് തുടരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞതായി ഞാൻ കണ്ടു നിങ്ങളുടെ ഏതോ ഒരു ചാനലിൽ. ഈ സമൃദ്ധി CPM-ന്റെയും കോൺഗ്രസിന്റെയും ഒന്നും അല്ലല്ലോ, രാഷ്ട്രീയമൊന്നും അല്ലല്ലോ, ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കുടുംബശ്രീ പദ്ധതിയല്ലേ. അപ്പൊ സമൃദ്ധി തുടരണമെന്ന് അവർ പറയുന്നുണ്ട്. ഒറ്റ അഭിപ്രായ വ്യത്യാസം എനിക്കുള്ളു. ഇന്ദിരാ ക്യാൻറ്റീൻ കൊണ്ടുവരുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. കാരണം അവർ ഏത് പദ്ധതി കൊണ്ടുവരുമ്പോഴും ആ കുടുംബത്തിൽ നിന്ന് ആരുടെയെങ്കിലും ഒരാളുടെ പേര് സ്വാഭാവികമായിട്ട് അവർ അതിനൊപ്പം ഇടും. അത് ഈ വർഷങ്ങളായിട്ട് ഇന്ത്യ മുഴുവനും കാണുന്ന ഒരു കാര്യമാണ്. അതിലൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. കാരണം ഭക്ഷണം ആരുടെ പേരിലാണെങ്കിലും കൊടുക്കുന്നത് സൗജന്യമായ നിരക്കിൽ കൊടുക്കുന്നതിന് പ്രശ്നമില്ല. അമ്മ ക്യാൻറ്റീൻ ഉണ്ട്, നമ്മ ക്യാൻറ്റീൻ ഉണ്ട്, ഇല്ലേ? പക്ഷെ ഒറ്റ പ്രശ്നമുള്ളൂ, അതുകൊണ്ട് ഈ സമൃദ്ധിക്കകത്ത് കൊണ്ടുവന്ന് ഓപ്പൺ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ സമൃദ്ധി പൂട്ടിക്കരുത്. കാരണം സമൃദ്ധി പൂട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ പല ആളുകളുടെയും വയറ്റത്തടിക്കും, കുടുംബശ്രീക്കാരുടെയും വയറ്റത്തടിക്കും. എനിക്ക് അവർ പറഞ്ഞ ഒരു കാര്യത്തെ ഞാൻ പിന്തുണയ്ക്കുകയാണ്. സമൃദ്ധിയുടെ കണക്കുകൾ അവർ ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ആ സ്ത്രീകൾ ഏതോ ഓഡിറ്റിംഗുകാരെ കൊണ്ട് ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി കോർപ്പറേഷൻ ഓഡിറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞു കേട്ടോ, അതിനൊന്നും ഞാനെതിരല്ല. അവർ ഓഡിറ്റ് ചെയ്തോട്ടെ, പുറത്ത് പറഞ്ഞോട്ടെ, അതിന്റെ ലാഭനഷ്ട കണക്കുകളൊക്കെ പുറത്ത് വന്നോട്ടെ, ഞാൻ അതിനൊന്നും എതിരല്ല. അവര് അതിനെ കൂടുതൽ സഹായിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനൊക്കെ സപ്പോർട്ടാണ്. ഞങ്ങൾ ഒറ്റ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം പറഞ്ഞുള്ളൂ. സമൃദ്ധിയുടെ അകത്ത് കൊണ്ടുവന്ന് ഇന്ദിരാ ക്യാൻറ്റീൻ തുടങ്ങിയിട്ട് നേരത്തെ ജനകീയ ആസൂത്രണത്തിൽ നിന്ന് ജനങ്ങളെടുത്ത് മാറ്റി കുടുംബശ്രീ നിന്ന് കൊണ്ടുവന്ന് ജനശ്രീ എന്നാക്കി, പിന്നെ അവർ തന്നെ തോറ്റുപോയ പോലെ അവരുടെ ഇന്ദിരാ ക്യാൻറ്റീനും സമൃദ്ധി എല്ലാം തോക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കരുത്. കാരണം ഇപ്പൊ നമ്മളൊരു ഹങ്കർ ഫ്രീ സിറ്റി എന്ന് പറഞ്ഞൊരു നല്ല അഭിപ്രായം ആളുകളുടെ ഇടയിൽ എല്ലായിടത്തും ഉണ്ട്.